ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു പുതിയ ഈസി കേരള ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുള്ള ഒരു വെരി ഇൻട്രസ്റ്റിംഗ് കറിയാണ്. ഇത് സൂപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കാം, ടേസ്റ്റിൽ അടിപൊളിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് മീഡിയം ഹൈ ഹീറ്റിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക അതിങ്ങനെ സെമി സർക്കിളായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. ഒരു ചട്ടി ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഹൈ ഫ്ലെയിമിലാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും പച്ചമുളകും ആഡ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് നമുക്ക് സോട്ടേ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഇതെങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത തക്കാളി, അതേപോലെ തന്നെ പച്ചമാങ്ങയും. കുറച്ച് പുളിയുള്ള മാങ്ങ ഉപയോഗിക്കുക, എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാല ഒന്ന് നന്നായിട്ട് മൂക്കണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കഷ്ണം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ലേശം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളിയും മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കാവണ വരെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ഉണക്കിയെടുത്ത പച്ചമാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്യേണ്ടത്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്തോളൂ. നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും. അപ്പോൾ അതും കൂടി ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വേവുന്ന വരെ കുക്ക് ചെയ്യാം. മാങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കയ്പയ്ക്ക വറുത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് അങ്ങനെ മൂപ്പിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് മുമ്പ് ഞാൻ കയ്പയ്ക്ക അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കഷ്ണം ഒന്നും കൂടി നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വരട്ടെ. ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ ചെറിയുള്ളി, ചുവന്ന മുളക്, കരിവേപ്പില ഇത്രയും നന്നായി മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കറി റെഡി ആയിട്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. വായിന്ന് വെള്ളം വരുന്ന പോലെ അത്ര ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ ഈസി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.